ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ വെറൈറ്റി ആയിട്ടുള്ള പല എപ്പീഷ്യ പ്ലാന്റ്സും അതിൻ്റെ പരിപാലന രീതികളെയും കുറിച്ചാണ്. നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പരിപാലനവും അതിന് കൊടുക്കേണ്ട പോട്ടി മിക്സും ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ്സ് മിക്കതും ഫ്ലവറിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ പരിപാലന രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5-6 വെറൈറ്റി എപ്പീഷ്യ പ്ലാന്റ്സാണ് ഉള്ളത്. പൊതുവേ നമ്മുടെ ഈ ഒരു ചെടിയുടെ പരിപാലനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അധികം വെയിലുള്ള ഭാഗത്ത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് വെക്കരുതെന്നുള്ളതാണ്. ചെറിയ സൺലൈറ്റ് കിട്ടുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ഒരുപാട് സൺലൈറ്റ് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ലീഫിലൊക്കെ അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ വശങ്ങളെല്ലാം കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, ഒരു ലീഫിന് പോലും യാതൊരു തരത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല. കുറച്ച് ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മുടെ എപ്പീഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ പല നിറത്തിൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ്സ്. അടുത്ത ഒരു വെറൈറ്റി എപ്പീഷ്യയാണ്. ഇത് ഗ്രീൻ കളറും വൈറ്റ് കളറും കൂടെ ലീഫിൽ മിക്സഡ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ്. കണ്ടോ, പൂക്കളില്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് ഹാങ്ങിങ് ആക്കി വേണമെങ്കിലും അറേഞ്ച് ചെയ്യാവുന്നതാണ്, അതല്ലാന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ പോട്ടുകളിലും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് കണ്ടോ, നല്ല ഭംഗിയാണ്. ഇത് കുറച്ച് നമ്മുടെ മറ്റ് എപ്പീഷ്യ പ്ലാന്റ്സിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ ലീഫിന് നല്ല കട്ടിയായിട്ടാണ് വരുന്നത്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയാണ് ലീഫ് കളർ കണ്ടോ. നമ്മുടെ ഈ ഒരു എപ്പീഷ്യയിലും റെഡ് കളറിലുള്ള പൂക്കളാണ് വരുന്നത് കണ്ടോ. അപ്പം ഈ ഒരു പ്ലാന്റ്സ് എല്ലാം നമ്മൾ പോട്ടിൽ വെക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് നമ്മുടെ പോട്ട് കാണാൻ പറ്റുന്ന അത്രയും രീതിക്ക് നമുക്ക് പെട്ടെന്ന് കവറിങ് ആവുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ വളരെ എളുപ്പമാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതായത് ഒരു പിങ്ക് കളർ എപ്പീഷ്യയാണ്. ഡാർക്ക് കളറിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് വരുന്നത്. ഡബിൾ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫ് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് മുട്ടുകൾ പിടിക്കുന്ന വെറൈറ്റീസാണ്. അത്യാവശ്യം വലിപ്പത്തിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് പൂക്കൾ വരുന്നത്. ഈ ഒരു ലീഫിൻ്റെ പൂക്കളുടെ അഗ്രഭാഗം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കുറച്ചൊന്ന് വെട്ടി കട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന ഒരു ഷേപ്പാണ് കണ്ടോ. അപ്പോൾ വശങ്ങളിൽ നിന്നായിട്ട് ലീഫിൻ്റെ സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പുതിയ മുട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കും കണ്ടോ. അപ്പോൾ ഈ ഒരു അടുത്തൊരു വെറൈറ്റി എപ്പീഷ്യയാണിത്. അപ്പോൾ ഇത് ഗ്രീനും വൈറ്റ് കളറും കൂടെ ലീഫിൽ വരുന്ന എപ്പീഷ്യ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിലുമൊക്കെ മുട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഷെയ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അധികം വെയിലൊന്നും കിട്ടാതെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. അതുപോലെ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് വാട്ടറിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നന്നായിട്ട് ഡെയിലി നനച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫും ചുവട് ഭാഗവും ഒക്കെ നന്നായിട്ട് നനയുന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പോട്ടി മിക്സ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡെയിലി നന്നായിട്ട് നനയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പല വീഡിയോസിലും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എപ്പീഷ്യയ്ക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട, മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് വാട്ടറിങ് കൊടുത്താൽ മതി എന്നൊക്കെ. അപ്പോൾ അത് നമ്മുടെ പോട്ടി മിക്സിൻ്റെ പ്രശ്നമാണ്. പോട്ടി മിക്സ് പ്രോപ്പർ അല്ലാതെ നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് എപ്പീഷ്യ പ്ലാന്റ്സിന് നമ്മൾ പോട്ടി മിക്സായിട്ട് എടുക്കുമ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി, നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ചാണകപ്പൊടി എടുക്കുക, മണ്ണെടുക്കുക, അതുപോലെ മണൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം മണലാണ്. അപ്പോൾ മണലിൽ ഇതിന് ഒരുപാട് ചെറിയ നാരുവേരാണ്, ഒരുപാട് വേര് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മണലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വേരുകൾ ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് കവറായില്ലേ നമ്മുടെ പ്ലാന്റ്സ് നിൽക്കുന്നത്. അപ്പോൾ ഓരോ തണ്ടിൻ്റെ സൈഡിൽ നിന്നും നന്നായിട്ട് റൂട്ടുകൾ വരും. അപ്പോൾ ആ റൂട്ടെല്ലാം നമ്മുടെ ഈ ഒരു മണലിൽ പിടിച്ചിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അതുമാത്രമല്ല മണലിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഈർപ്പം നിലനിർത്താൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പ്ലാന്റിന് ഈർപ്പം കുറച്ച് ആവശ്യമുള്ള ചെടിയാണ്. അതുപോലെ നല്ലൊരു തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതുപോലെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും മണൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് അങ്ങ് വാർന്നു പോവുകയും ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത തരത്തിലുള്ള പോട്ടി മിക്സ് മണലിട്ട് കൊടുത്താൽ മതിയാവും. എടുക്കുകയാണെങ്കിൽ നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ്സ് നമുക്ക് ഡെയിലി നനച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നതായിരിക്കും. ഞാൻ ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ്സ് ഒന്നും പോട്ടുകളിലല്ല സെറ്റ് ചെയ്തേക്കുന്നത്, കവറുകളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം പ്ലാന്റ്സ് ഇങ്ങനെ കവറായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ളിങ്ങനെ കവറിങ്ങായി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തിലാണ് വെച്ചേക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ പ്ലാന്റ്സ് നിൽപ്പുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇതുപോലെ പല പ്ലാന്റ്സ്, പല കളർ പ്ലാന്റ്സ് ഇങ്ങനെ മിക്സാക്കി വെക്കുന്നതാണ് കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് എപ്പീഷ്യ. അപ്പോൾ ഈ ഒരു കവറിൽ നട്ടിരുന്ന ഈ ഒരു എപ്പീഷ്യ തന്നെ ഇപ്പോൾ അതിൽ നിന്ന് വള്ളികൾ വീശിയിട്ട് നമ്മുടെ ഈ ഒരു കവറിലുമൊക്കെ മിക്സായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ സൈഡിൽ നിന്ന് മുട്ടുകൾ വരുന്നത് പോലെ തന്നെ വശങ്ങളിൽ നിന്നായിട്ട് ചെറിയ വള്ളികൾ നീണ്ടു വന്നിട്ട് അതിൽ കണ്ടോ ഇതുപോലെ പുതിയ തൈകൾ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്.
അപ്പം ഇതിന് റൂട്ട് വരണമൊന്നുമില്ല. ഇങ്ങനെ കിടന്ന് സാധാരണ റൂട്ട് വരാറുണ്ട്. റൂട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റ് സൺലൈറ്റ് ഒരുപാട് എൻ്റെ ലീഫിൽ തട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡെയിലി നന്നായിട്ട് നനച്ച് കൊടുക്കുക. അതുപോലെ അമിതമായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ ഒരു പ്ലാന്റ്. ഞാൻ പോട്ട് ചെയ്യുമ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ ഇട്ട് പോട്ട് ചെയ്യുന്നതല്ലാതെ ഡെയിലി നനച്ച് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അല്ലാതെ പൊതുവെ വളങ്ങളൊന്നും ഞാനിങ്ങനെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുകയൊന്നുമില്ല നമ്മുടെ ഈ ഒരു പ്ലാന്റിന്. ഇപ്പോൾ ഈ എപ്പീഷ്യ പ്ലാന്റ്സ് നമ്മുടെ ചൈനീസ് ബോൾസം പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണലൊന്ന് ചുവട്ടിലിട്ട് കൊടുക്കുക. അതല്ലാതെ നമ്മൾ പുതിയ അധികം വളങ്ങൾ ഒരുപാട് കൊടുക്കേണ്ട കാര്യമില്ല. നല്ല ഭംഗിയാണ് നമ്മുടെ ഇതിൻ്റെ പൂവ് കാണാനായിട്ട്. ഇവിടെയൊക്കെ ഒരുപാട് വള്ളികൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് നമ്മുടെ പ്ലാന്റ്സ് നിൽപ്പുണ്ട് കണ്ടോ. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ എപ്പീഷ്യയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് വെർട്ടിക്കൽ പോട്ടുകളിൽ വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിലായിട്ട് വെക്കുക. കാരണം ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ചില്ലകൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് പൂത്ത് നിൽക്കുന്ന കാണാനും നല്ല രസമാണ്. അതായത് ഇവിടെ മുറ്റത്ത് കുറച്ച് ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്ത് നമ്മൾ 2 പോട്ടിലായിട്ട് ഈ ഒരു കളർ എപ്പീഷ്യ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തൈകൾ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ കണ്ടോ, ഇതുപോലെ ഒരുപാട് തിക്കായിട്ട് നമ്മുടെ പോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കവറായി നിൽക്കും ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു എപ്പീഷ്യയിൽ റെഡ് കളർ ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എപ്പീഷ്യയുടെ തന്നെ പല വെറൈറ്റീസ് ഇപ്പം നമുക്ക് മിക്ക പ്ലാന്റ് നഴ്സറികളിലും വാങ്ങിക്കാനും അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. അപ്പം നമുക്ക് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ്സിൻ്റെ നടീൽ രീതിയുടെ ഒന്ന് നോക്കാം. അപ്പം നടാൻ വേണ്ടി നമുക്ക് കുറച്ച് എപ്പീഷ്യ പ്ലാന്റ്സ് കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നമുക്ക് തൈ കട്ട് ചെയ്തെടുക്കാം. അപ്പം 3 ടൈപ്പ് എപ്പീഷ്യത് ഞാൻ ഓരോ ചെറിയ കട്ടിങ്സ് ഇത് നമ്മൾ നടാനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പോട്ടി മിക്സായിട്ട് ഞാൻ എടുത്തുള്ള ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട്, നമ്മുടെ നോർമൽ ഗാർഡൻ സോയിൽ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 3 കവറുകളിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഈ പ്ലാന്റ്സ് നട്ട് കൊടുക്കാം. അധികം നമ്മളിതിൻ്റെ ചുവട് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി പ്ലാന്റ്സ് കൂടെ നടാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ പ്ലാന്റ്സ് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് നമ്മുടെ പ്ലാന്റ്സ് ഒന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് എൻ്റെ ലീഫൊക്കെ നനയുന്ന രീതിക്കാണ് നമ്മുടെ പ്ലാന്റ്സ് ഡെയിലി നനയ്ക്കുന്നത് കണ്ടോ. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആവും നമ്മുടെ പ്ലാന്റ്സ്. അപ്പോൾ എപ്പീഷ്യ പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ ഇതുപോലെ പല കളേഴ്സ് ഇങ്ങനെ മിക്സ് ആക്കി വയ്ക്കുക. നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ എപ്പീഷ്യ ചെടിയെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.